ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് പോർഷ്യയിലേക്കുള്ള യാത്രയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. നിറച്ച് എന്താ പറയാ കാടും പടലും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശത്ത് കൂടെയാണ് നടന്നത്. ഇപ്പൊ കുറെ വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞങ്ങള് ബോർഡർ കടക്കാൻ പോവാണ്. എന്താ പറയാ കുറെ കാടിന്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോയത്. ഇവിടെ എന്താ പറയാ കള്ളന്മാരും അങ്ങനെയുള്ള കവർച്ചക്കാരൊക്കെ പോകുന്നൊരു വഴിയാണ്. സാധാരണ വഴി കൂടെ പോയി കഴിഞ്ഞാൽ 10-7 മണിക്കൂറൊക്കെ എടുക്കും. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ 2-3 മണിക്കൂർ എടുക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ എന്തായാലും ബോർഡർ കടക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും സ്റ്റേജ് പോർഷ്യയിലെ ബോർഡർ എത്താനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം അല്ലേ. 20 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നല്ലതാക്കിയിട്ട് നല്ല രസമുള്ള കുറെ സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിക്കും. പോർഷ്യയിലേക്ക് 10 കിലോമീറ്റർ മാത്രം. അങ്ങനെ നമ്മള് പോർഷ്യലിന്റെ ബോർഡർ എത്തിക്കഴിഞ്ഞു. ബോർഡറിന്റെ കാഴ്ചകളാണ് ഇനിയിപ്പോ കാണാൻ പോകുന്നത്. എല്ലാവരും വളരെ ക്യൂരിയോസിറ്റി ആയിട്ട് നിൽക്കാണ്. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്. അപ്പൊ ഗൈസ്, നമ്മളിത് പോർച്ചുഗലിന്റെ ബോർഡർ ലൈനിലെത്തി. ബോർഡർ ക്രോസ് ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതാണ് ഈ വിസ്താരമുള്ള സ്ഥലങ്ങളാണ് പോർച്ചുഗലിന്റെ ബോർഡർ എന്ന് പറയണത്. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും കോട്ടെടുത്ത് നന്നായി. അങ്ങോട്ട് വീട്ടിലേക്ക് പോർച്ചുഗലിന്റെ ബോർഡർ കവർ ചെയ്തിട്ടില്ല. അപ്പൊ ബോർഡർ എത്തിക്കഴിഞ്ഞ് ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമുണ്ട്. ക്ലൈമറ്റ് ഒക്കെ തണുപ്പുണ്ട്. നല്ല അഡ്ജസ്റ്റ് ഇത്തിരി അല്ല, നല്ല തണുപ്പുണ്ട്. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വരച്ചിട്ട് പോയി. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ നിൽക്കുന്നത് പോർച്ചുഗലിന്റെ ബോർഡറിലാണ് നിൽക്കുന്നത്. അത് ബോർഡർ നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോർച്ചുഗല്, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എസ്പാനിയെന്ന് എഴുതിയിട്ടുള്ളത് സ്പെയിന്. പോർച്ചുഗലിന് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഇത് സ്പെയിനിന്റെ ബോർഡറാണ്, ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഇത് പോർച്ചുഗലിന്റെ ബോർഡറാണ്. അപ്പോൾ 2 രീതിയിലുള്ള പോർച്ചുഗലിന്റെ ബോർഡർ നിൽക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നായിരിക്കാം പോർച്ചുഗല്, ഇപ്പറേക്ക് നിന്ന് കഴിഞ്ഞാൽ സ്പെയിൻ. അങ്ങനെയാണ് നിൽക്കുന്നത്. വളരെയധികം എന്താ പറയാ ഭയങ്കര ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെയാണ് ഇവിടെ നിൽക്കുന്നത് ബോർഡറുകൾ. കാരണം പോർച്ചുഗലിന്റെ ബോർഡറിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തില് തെളിയാത്ത നക്ഷത്രങ്ങളും ഈ ബോർഡറിൽ തെളിഞ്ഞ നക്ഷത്രങ്ങളുമാണ് എനിക്ക് ആകെ ഡിഫറൻസ് ആയിട്ട് തോന്നിയത്. ഇനിയിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് പോർച്ചുഗലിലേക്ക് പോണത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ചെന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മള് പോർച്ചുഗലിന്റെ ബോർഡർ ഇപ്പത്തെ ബോർഡർ താണ്ടി കഴിഞ്ഞ സ്പാനിയുടെ ബോർഡർ താണ്ടി പോർച്ചുഗലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. ഇതാണ് അതിന്റെ ബോർഡ് വെച്ചേക്കുന്നത്. ഇവിടെ ബോർഡ് ഉണ്ട്. ഇനിയിപ്പോൾ പോർച്ചുഗലിന്റെ ആയിട്ടുള്ള പരസ്യങ്ങൾ, അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. മാർവൈന്യോ എന്ന് പറഞ്ഞിട്ടുള്ള, മാർവൈന്യോ എന്ന് തന്നെയാണെന്ന് അറിയാൻ പാടില്ല, കാരണം പോർച്ചുഗീസ് ഭാഷയിലാണ് ഇത് എഴുതി വെച്ചേക്കണത്. എന്താ നമുക്ക് വായിക്കാൻ പറ്റില്ല. സ്പാനിഷ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവായിരുന്നു. പോർത്തുഗൽദ്രി, ഇത് പോർച്ചുഗീസ് ഭാഷയാണ് മൊത്തം. അത് മെസ്സിന്ന് എഴുതി വെച്ചേക്കണം. മെസ്സി എമ്മാണ് അവർ ഉദ്ദേശിച്ചത്, പക്ഷെ കാരണം ഇത് പോർച്ചുഗൽ. അതെ, ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള കുറച്ച്, അതായത് ഫുട്ബോളിന്റെ തരംഗം എന്ന് തന്നെ പറയാം. ആ തരംഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ എസ്പാനിയയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊന്നും കാര്യങ്ങൾ, ചിത്രങ്ങളോ പടം വരകളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ മൊത്തം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പരസ്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചേക്കണം. പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്ന രീതിയിലാണ് കാണാൻ സാധിക്കണം അല്ലേ? നമ്മൾ ഇവരെ കണ്ടിട്ടില്ലല്ലോ സ്പെയിനില്. ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പോർത്തുഗൽ എന്ന് പറഞ്ഞ് എഴുതിയേക്കണ ഒരു വലിയൊരു ആർച്ച് പോലത്തെ ഒരു സംഭവം നമുക്ക് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ മൊത്തം എത്രത്തോളം ഫോണിൽ ഇതായിട്ട് ഭംഗി നമുക്ക് തോന്നിക്കുന്നില്ല കേട്ടോ. ഞാൻ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അത്രയും ഭംഗി തോന്നിക്കില്ല. പക്ഷെ ശരിക്കും നമ്മൾ റിയൽ വ്യൂവിൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇപ്പുറത്ത് മൊത്തം മൗണ്ടെയിനാണ്. മൗണ്ടെയിൻ കണ്ടോ. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡർ. അതും ബോർഡറാണ്, ഇതും വലിയ ബോർഡറാണ്. പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കണത് ഒരു കവാടം പോലുള്ളൊരു സംഭവത്ത്. ഇതെന്താന്ന് അറിയാൻ പാടില്ല. അപ്പോ വെൽക്കം ടു പോർച്ചുഗൽ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പോർച്ചുഗലിലേക്ക് സ്വാഗതം. ഇവിടെ മൊത്തം മൗണ്ടെയിനാണ്. ഞങ്ങളുടെ കൈയൊക്കെ വരച്ച് തവിടുപൊടിയായി വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ കാറ് നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇറങ്ങി റിഫ്രഷ് ആവണ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ബോർഡറിലേക്ക് വന്നതാണ് അല്ലേ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു അല്ലേ. പക്ഷെ അത് ഫോണിൽ കൂടി നോക്കുമ്പോ അത്രയും ഭംഗി നമുക്ക് തോന്നണില്ല. ഒന്നുമില്ല, ഫോണിൽ കൂടെ നോക്കുമ്പോ കണ്ട അത്രയും ഭംഗി തോന്നണില്ല. പക്ഷെ നല്ല രസമുണ്ടല്ലേ അത്യാവശ്യം. കാണാനായിട്ട് പറ്റിയ കുറെ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അവരെന്തോട്ട് കുടിക്കണ്ടല്ലോ, വേഗം വന്നില്ലെങ്കിൽ നമുക്ക് കിട്ടൂല.
ഞങ്ങൾ എസ്പാനിയക്കാരാണ്. നിങ്ങൾ ഇവിടുത്തെ ആരാണ്? പോർച്ചുഗീസ് ആണോ? അപ്പൊ പോർച്ചുഗീസിലൊരു ഹലോ പറഞ്ഞേ. ഹായ് പോർച്ചുഗീസിൽ. പോർച്ചുഗീസിലെല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ വന്നേക്കണ ആൾക്കാരാണ് ഇത് തൂവലുള്ള ചേച്ചി വിക്ടർ. എന്തായി, ഉറങ്ങി നീറ്റാ? നല്ല ഉറക്കാർന്നല്ലോ വിക്ടർ. പോർഷനിൽ വന്നിട്ട് നിങ്ങൾ എവിടേക്ക് പോയേ? ഇല്ലേ തണുക്കണില്ല. ഞങ്ങളിവിടെ പോർച്ചുഗൽക്കാരല്ലല്ലോ. നിങ്ങക്ക് ഭയങ്കര തണുപ്പുണ്ടല്ലേ? എസ്പാനിയക്കാരല്ലേ? എസ്പാനിയക്കാർക്ക് ഇങ്ങനെ തണുപ്പൊന്നും വരാറില്ല. അപ്പൊ നമ്മുടെ പോർച്ചുഗലിന്റെ പകുതി ഭാഗങ്ങള് ഇനി കാണാനായിട്ട് പോകുന്നുള്ളൂ, കാഴ്ചകളൊക്കെ. വിക്ടറിന് എന്താ പറയാനുള്ളേ? ഓല പോർച്ചുഗലിലെ ബോർഡ് കണ്ടപ്പോ 5 മിനിറ്റത്തേക്ക് വണ്ടി നിർത്തിയിട്ടതാണ്. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോവാനായിട്ടുണ്ട്. എന്റെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കാണ്. കാരണം അച്ഛന് കാല് വേദനിക്കണു. അതുകൊണ്ട് കുറച്ചു നേരം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോ ചായ കുടിച്ചിട്ടുള്ളൂ. വല്ലാത്തൊരു ഈ വണ്ടിയിലെന്നെ ഇരുന്നിട്ട് ഒട്ടും പറ്റണില്ല. വല്ലാത്തൊരു ഇതുവരെ ചേച്ചി ഛർദ്ദിക്കുകയും ചെയ്തു അല്ലേ? വേറൊന്നുമില്ല. ഞങ്ങളുടെ ഡിക്കില് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പഴവും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും തിന്നാനുള്ളൊരു ആ ഒരു ഇതിലല്ല. കാരണം ടെൻഡൻസി മാത്രമല്ല, ഛർദ്ദിക്കുക എന്നുള്ളൊരു ഭയം. ഇതിലേ സ്വന്തം സാധനം കേട്ടോ കഴിക്കുന്നത്. പോർച്ചുഗലിലേക്ക് പോകുന്നതിന് തലേ ദിവസം മുമ്പ് തന്നെ നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും ഉള്ളതല്ലേ, നന്നായിട്ട് നമുക്ക് എന്തായാലും യാത്രാ മധ്യത്തില് വണ്ടി ഓടിക്കുന്ന 2 പേർക്കും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത് കാണുന്ന ഒരു പമ്പിലേക്ക് വണ്ടി പാർക്ക് ചെയ്ത ശേഷം അവരെ വിശ്രമിക്കാനായിട്ട് വിട്ടു. പിന്നെ ഞങ്ങൾ തീറ്റയായിരുന്നു. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ബോജോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് കഴിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലാസ്കിലാക്കിയിട്ട് കുറച്ച് ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ചായ കുടിച്ചിട്ടും മതിയാവില്ല. കാലൊക്കെ തണുത്തൊരു രക്ഷയില്ല. അച്ചുവാ കഴിക്കാം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഞങ്ങൾ 2 പേരും മാത്രമേ കഴിക്കാനുള്ളൂ, ഞാനും ആച്ചുവിന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ബ്രെഡ് വിത്ത് ചോക്ലേറ്റ്. ഞാനത് അവൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോ നമ്മളൊരു ബഫറ്റ് പോലെയാണ് കേട്ടോ. ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആർക്ക് വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പലരും പല ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഇതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന നമ്മുടെ ചേട്ടന്മാര് നല്ല ഉറക്കം. ഒരാൾ എന്തായാലും എഴുന്നേറ്റിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ നടത്തിയ ശേഷം നമുക്ക് അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്താം. എന്തോ കാര്യം പറയാനുണ്ട്, കാര്യമായിട്ടുള്ള എന്തോ കാര്യം പറയാനായിട്ടുണ്ട്. കഴിഞ്ഞിട്ട് എന്താ പറയാനുള്ളത്? നമ്മുടെ വെയിറ്റ് നോക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വെയിറ്റ് നോക്കണതല്ല, ഇത് വലിയ വണ്ടികളുടെ ലോറിയുടെ വെയിറ്റ് നോക്കുന്നത്. നമ്മുടെ വെയിറ്റ് നോക്കുന്നതല്ല. ആരും പൊങ്കാലി ഇടാൻ ദൈവത്തോർത്ത് നമ്മള് തെറ്റിദ്ധരിച്ചു പോയി റേഗൻ ചേട്ടാ. ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ഞങ്ങളുടെ വെയിറ്റ് നോക്കണമെന്ന് വിചാരിച്ചു. ആ തീപ്പെട്ടിമരമാണോ റേഗൻ ചേട്ടാ? ആ മരത്തിനെ കുറിച്ച് എന്താ പറയാനുള്ള? ഇത് നല്ലൊരു മരമാണ്. വലിയ മരങ്ങൾ വെട്ടി ഒതുക്കി ചെറിയ ചെറിയ കട്ടകളാക്കി ലോഡ് ചെയ്ത് പാക്ക് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സംവിധാനമാണിത്. ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ലിങ്ക് അല്ല, ഇവിടത്തെ ഈ കമ്പനിയിലേക്ക് വിളിച്ചു. ഞാൻ നമ്പറൊക്കെ കൊടുത്തത് അറിയേണ്ടവര് മാത്രം അറിയുക. പിന്നെ ഇവിടെ കുറെ ആക്രസാധനങ്ങൾ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെടുത്ത് ക്ലീൻ ചെയ്യായിരിക്കും. എന്താടാ വിക്ടർ നിനക്ക് പറയാനുള്ളത്? ആ അടിപൊളി. സാഷ്ടാംഗം നമസ്കരിച്ചു. ചാടാനുള്ളതാ പക്വത അവൻ എന്റെ പ്രായത്തിലുണ്ടല്ലോ. ഈ പ്രായത്തിൽ ഞാൻ എന്തോരം പക്വതയുള്ളവനായിരുന്നു. ഇത് ഉറപ്പായിട്ട് പോകാതെ. നമുക്ക് റേഗൻ ചേട്ടൻ തത്സമയ വിശേഷത്തിലേക്ക് പോകാം. റേഗൻ ചേട്ടാ, ആ ഒരു പമ്പിനെ കുറിച്ച് റേഗൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? നമ്മുടെ എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? നമ്മുടെ ഇന്ത്യക്കാരായിരുന്നിട്ടുള്ള ആ ഒരു പദവി നമ്മൾ ഉയർത്തി പിടിച്ചോ ഇല്ലയോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി വാക്കിട്ടൊക്കെ ഓടിക്കുമ്പോ വളരാൻ ഇത്തിരി പ്രയാസം.
എന്തായാലും ആ ഒരു എനിക്ക് ആ ചീക്കള് തന്ന അദ്ദേഹത്തിനോട് ഉള്ള കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അവർ ഇത്ര നല്ല ഇതായിട്ട് നിനക്ക് തോന്നിയത് കിട്ടിച്ചത് അയാളുടെ മനസ്സിൽ തന്നെ തോന്നിച്ചത്. എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. അയാൾ എന്നെ വായി നോക്കിയിട്ട് എന്നെ വളയ്ക്കാൻ വേണ്ടിട്ട് 2 മിഠായി തന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അവർ ആക്ച്വലി കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്കി ടോക്കി എടുത്തത്. റേഗൻ ചേട്ടന്റെ കയ്യിൽ 2 വാക്കി ടോക്കി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ വാക്കി ടോക്കി സംസാരം സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ പമ്പിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പോർച്ചുഗീസുകാരൻ 2 ബബിൾക്കം തന്നു. കുറെ നേരം എന്നെ നോക്കിയിട്ട് ഭയങ്കര നിഷ്കളങ്കമായിട്ട് പുഞ്ചിരിച്ചിട്ടാണ് എനിക്ക് ആ ബബിൾക്കം തന്നത്. ആ ബബിൾക്കം കിട്ടിയ സമയത്ത് അവിടെയുള്ളവരെല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്റെ നിഷ്കളങ്കതയും പക്വതയില്ലായ്മയാണ് എനിക്ക് മിഠായി തരാൻ കാരണമായതെന്നാണ് റേഗൻ ചേട്ടൻ പറയുന്നത്. ഇനി ഞങ്ങൾ വിട്ടുകൊടുത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോരുവിളിക്കലായിരുന്നു. എന്തായാലും നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കുറെ നേരം യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവരും മസിൽ പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ഒക്കെ കുറച്ച് നല്ലതാണേ. അപ്പൊ ശരിയാന്ന്, നമുക്ക് ഈ ഫാത്തിമനെ കണ്ടിട്ട് ബാക്കി വിഷയങ്ങൾ നോക്കാം. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മളെത്തി പോർച്ചുഗലിലെ ഫാത്തിമ മാതാ ചർച്ചിലേക്ക്. ഒരുപാട് തീർത്ഥാടകര് വർഷാവർഷം വരുന്നൊരു ചർച്ചാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നത് ഫാത്തിമ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടെ തന്നെ ഒരു മാതാവിന്റെ ചർച്ചും ഉണ്ട്. അപ്പോൾ ഈ പ്രദേശത്തിന് ഫാത്തിമ എന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. 3 ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതേപോലെ തന്നെ അവിടെ ഒരു ചർച്ച് പണിയാനായിട്ട് ഇടവന്നു. ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് മാത്രമല്ല, റോമൻ കാത്തലിക്സ് എന്ന് പറയുന്ന ആ ഒരു സമൂഹം ഇവർ ജസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ട് ഇടവന്നു. 3 പേരെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ 3 പേർക്കും 3 രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. 3 ചെറിയ കുട്ടികൾക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. വൈകല്യമുള്ള ആൾക്കും പ്രത്യക്ഷപ്പെട്ട് സൗഖ്യം നേടി എന്നൊക്കെ പറയപ്പെടുന്നു. സത്യമാണോ ഇതാണോ എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഇവിടെ ഒരു ചർച്ച് ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ ഒരു ചർച്ച് ഇപ്പോൾ ഫേമസ് ആവാനായിട്ടൊരു കാരണം. പിന്നെ പോർച്ചുഗലിൽ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വേറൊരു കാര്യങ്ങളും കൂടുതലായിട്ട് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പിലിഗ്രിം സെൻറ്റർ ഉണ്ടെങ്കിൽ കൂടുതലും ആളുകൾ വരാനായിട്ടും ഇതുപോലെ കാണാനായിട്ട് ഇടവരും. നിരവധി ആളുകൾ വർഷാവർഷം വന്ന് വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്തൊക്കെ അത്ഭുതം നടക്കുന്നു എന്ന് പറയപ്പെടുന്നു. നമ്മൾ ഈ ഒരു പള്ളിയിൽ വന്നിട്ടുണ്ട്. ഈ പള്ളിയുടെ ബാക്ക് വശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊരു ബാക്ക് വശമാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അല്ലാതെ വേറെ കഥകളൊന്നും എനിക്കറിയില്ല. നമ്മുടെ കൂടെ വന്നേക്കുന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാം വേറെ എന്താണ് ഇവർ പറയപ്പെടുന്നത്. പലരും പല രീതിയിലാണ് പറയപ്പെടുന്നത്. നമുക്കതിൻ്റെ ശരിക്കുമായിട്ടുള്ളൊരു കഥ എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒരുപാട് തീർത്ഥാടകരുടെ സ്വപ്ന നഗരമാണ് പോർച്ചുഗലിലെ ഫാത്തിമ മാതാ ചർച്ച് എന്ന് പറയുന്നത്. ആ ചർച്ചാണ് ഈ കാണുന്ന ചർച്ച്. 24 അവേഴ്സും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ വന്ന സമയം ബെസ്റ്റ് സമയമായിരുന്നു. അത് മാത്രമല്ല നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഈ മാതാവിനെ കാണാനായിട്ടാണ് എല്ലാ തീർത്ഥാടകരും വർഷാവർഷം വരുന്നത്. എന്തായാലും നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കയറാം. ഇപ്പം നമ്മൾ മാതാവിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ എന്താ പറയുക പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ വന്നവരെല്ലാവരും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ്. ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ആളുകളെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ചർച്ചിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കൂട്ടം ഉണ്ട്. മൊബൈൽ ക്യാമറയിൽ ഫോട്ടോയും വീഡിയോസ് ഒക്കെ പകർത്തുന്നുണ്ട്. എന്താണെന്നറിയാനായിട്ട് ഞാനും ചെന്ന് നോക്കി. പോർച്ചുഗീസ് ഭാഷയിൽ വലിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂസിയ ജെസിക്ക എന്ന് പറഞ്ഞ 2 കുട്ടികളുടെ കല്ലറയാണ് പള്ളിയുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഇതാണ് ഫോട്ടോസും വീഡിയോസും ആൾക്കാർ എടുക്കുന്നത്. 1917 ലൂസിയ, ഫ്രാൻസിസ്കോ, ജെസിക്ക എന്നീ 3 ചെറിയ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. 3ാമത്തെ കുട്ടിയായ ഫ്രാൻസിസ്കോയുടെ കല്ലറ എവിടെയാണെന്നറിയാൻ ഞങ്ങൾ ഉറ്റുനോക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടും വീണ്ടും ആൾക്കൂട്ടം. ചെന്ന് നോക്കിയപ്പോഴാണ് ഫ്രാൻസിസ്കോയുടെ കല്ലറയും കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 3 കല്ലറയും കണ്ടു. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഒരുപാട് കാഴ്ചകൾ പുറത്തും കാണാനായിട്ടുണ്ട്. വലിയ പള്ളിയായതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ആളുകൾ തിക്കും തിരക്കും കൂട്ടാത്തതുകൊണ്ട് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. തുറന്നിട്ടിരിക്കുന്ന സ്ഥലത്ത് പാട്ടും പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. പള്ളിയുടെ ചുറ്റുമായിട്ട് 24 മണിക്കൂറും പാട്ടും പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടേക്കൊന്ന് പോയാലോ? നമ്മളിതിൻ്റെ മെയിൻ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ഇഗ്ലേസിയ, അതായത് അവിടെ പള്ളിയിൽ
മാതാവിന്റെ രൂപവും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്നത് വലിയൊരു കുർബാനയാണ്. അതായത് ഒരുപാട് ആൾക്കാർ കൂടി വരുന്ന, ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൂടി വരുന്നൊരു കുർബാനയാണ്. എല്ലാ ദിവസവും ഇടപെട്ട് ഈ കുർബാന നടക്കുമെന്നാണ് പറയണത്. അപ്പം ഇന്ന് എന്തായാലും വന്ന ദിവസം കൊള്ളായിരുന്നു തോന്നുന്നു. നന്നായിട്ട് കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു വലിയ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിന് ചുറ്റുമാണ് ഈ കുർബാനയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ജസ്റ്റ് അത് വാച്ച് ചെയ്യാം. ഇവിടുന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊരു വലിയൊരു സ്റ്റേഡിയം പോലത്തെ ഒരു സംഭവമാണ്. വ്ലോഗ് ചെയ്യാൻ നല്ലൊരു ആശയം കിട്ടിയത് പറയാണ്. ഇവള് മുട്ടിലെഴുതുന്നതായിരിക്കും. പ്രേഗൻ ചേട്ടൻ എഴുതുന്നതാണ്. അത് ഞങ്ങൾ വ്ലോഗ് എടുക്കുന്നതാണ്. ഞാൻ മുട്ടിന് വയ്യാത്തോണ്ട് ഞാനത് ഇവക്ക് പാസ് ചെയ്തു. അത് കുഴപ്പമില്ല. അടിപൊളിയായിട്ട് എന്റെ മുട്ട് പൊട്ടും. അത് ശരിയാവില്ല. ചെറുപ്പക്കാരിയല്ലേ പോരാതെ. അല്ല ഏട്ടാ, ചേട്ടൻ പ്രായമുണ്ട്. പള്ളിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതിന്റെ അടുത്ത് തന്നെ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മ്യൂസിയം ആണ് ഇതിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്തുള്ള മ്യൂസിയം എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറിയതാണ്. പക്ഷെ വേറൊരു പള്ളിയിലേക്കായി പോയി. ഇതൊരു ഏക്കർ കണക്കിനുള്ള ഗ്രൗണ്ടാണ്. ഇതിൽ ഒരുപാട് പള്ളികളുണ്ട്. നമ്മൾ കയറിയ ഒരു പള്ളി മാതാവിന്റെ പള്ളിയാണ്. ഇത് യേശുവിന്റെ പള്ളിയാണ്. ഓരോ പള്ളിയിലും കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏത് സമയത്താണ് കുർബാന നടക്കണേന്നൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള സമയം അറിയില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എപ്പോഴും കുർബാന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. തീർത്ഥാടകർ ഒരുപാട് ഉള്ളതിന്റെ പേരിൽ 24 hours ഇവിടെ കുർബാന നടക്കുന്നുണ്ട്. പള്ളിയുടെ തൊട്ടുപുറമുള്ള മ്യൂസിയത്തിന്റെ അടുത്തുള്ളൊരു ഇവിടെ തന്നെ 2-3 തരത്തിലുള്ള പള്ളികളുണ്ട്. അപ്പം വേറൊരു പള്ളിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഭയങ്കര വലിയ പള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു യൂണിവേഴ്സിറ്റി ഫീലിംഗ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. കണ്ടില്ലേ, യൂണിവേഴ്സിറ്റി ക്ലാസ്സുകൾ. അതായത് MBBS അങ്ങനെയുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച് പോലെയാണ് ഇവിടെ. ഞങ്ങളുടെ ബാച്ചിലർ ഡിഗ്രിക്കൊക്കെ ഇതുപോലത്തെ സംഭവമായിരുന്നു സ്പെയിനിലുണ്ടായിരുന്നു. അപ്പോൾ സ്പെയിനിലൊരു ശരിക്കും ഒരു പ്രതീതി തന്നെ നോക്കി നമുക്ക് തോന്നി. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഇരിക്കുകയാണ്. എന്തൊക്കെയാണ് പറയണതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഈ ഭാഷ പോർച്ചുഗീസാണ്, സ്പാനിഷ് അല്ല. ഈശോൻ്റെ മുമ്പിൽ വെച്ചുള്ള പ്രാർത്ഥന ആയതുകൊണ്ട് ഇത് പ്രാർത്ഥനയാണ്, കുർബാനയാണെന്ന് മനസ്സിലായി. അപ്പോൾ കുർബാന മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. എന്തൊക്കെയോ മനസ്സിലായ രീതിയിൽ ആച്ചു ഇരിക്കുന്നു. ഒന്നും മനസ്സിലാവുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് കൊച്ചിരിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ ഇരിക്കുന്നു. ചിലരവിടെ നിന്ന് എത്തി നോക്കുന്നു. അധികം സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പറയണ ഭാഷയൊന്നും മനസ്സിലാവില്ലെങ്കിലും കേട്ടിരിക്കും. എന്താണെന്നൊക്കെ വിചാരിക്കും. കാരണം അല്ലെങ്കിൽ തന്നെ അലമ്പാക്കിയത്. കൊച്ചു വീണ തലയൊക്കെ പൊട്ടി തമ്പോരടങ്ങി ഞങ്ങളിവിടെ നാണം കെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വേറെ സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു തിരക്കിലാണ്. ഫുഡിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പോവാണ് ഗൈസ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. ചേട്ടൻ്റെ വഴിക്കാൻ എടുത്തു ഞങ്ങൾക്ക് ഇവിടെ ഒരു തുറന്ന സ്ഥലം കിട്ടി. ഇവിടെ എല്ലാവരും കൂടി ഫുഡൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യാണ്. എല്ലാവരും നമ്മുടെ ഫുഡിനുള്ള സ്പെഷ്യലാണ് ഇന്ന് വിളമ്പാൻ പോകുന്നത്. ഒരുപാട് നാള് കൂടിയിട്ടാണ് എല്ലാവരും കൂടി ഇതുപോലെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. എന്തായാലും നമുക്ക് വേണ്ടി റിസർവ് ചെയ്തതുപോലെ തന്നെ നല്ലൊരു മേശയും 2 ബെഞ്ചും കിട്ടി. ഇത്രയും പേരുണ്ടായിരുന്നതിന്റെ പേരിൽ എല്ലാവരും കൂടി ഒതുങ്ങുമെന്നുള്ളൊരു സംശയമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും ആ ഒരു മേശയിലും ബെഞ്ചിലും ഒതുങ്ങി. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. പേപ്പർ പ്ലേറ്റ്സും ഗ്ലാസ്സൊക്കെ എടുത്തതുകൊണ്ട് പിന്നെ നമ്മൾ പ്ലേറ്റ് ഒന്നും കഴുകേണ്ട ഗതികേട് വരില്ല. കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് സ്പെഷ്യലായിട്ട് നൂഡിൽസ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും കൊടുക്കാനായിട്ട് പറ്റില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് ഒരു ആഫ്രിക്കൻ ഫ്രണ്ടിനെ കിട്ടി. അവളായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അവൾക്ക് ഞങ്ങളുടെ ഫുഡ് കൊടുത്തു. ഇന്ത്യയിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവളെ ഞങ്ങൾ കൂടെ ഇരുത്തി കഴിപ്പിച്ചു. എല്ലാ മലയാളികളും കൂടി കഴിയുമ്പോൾ ഇന്ത്യൻ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അതൊരു സന്തോഷം തന്നെയാണ്. കാസ്ട്രോളിൽ വെച്ചുകൊണ്ട് തന്നെ ഫുഡിന്റെ ചൂടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ചൂടോടുകൂടി നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമായിരുന്നു. ഫുഡ് കഴിച്ചു വയറ് നിറഞ്ഞ സ്ഥിതിക്ക് ആ 3
കുട്ടികളില്ലേ, മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ 3 കുട്ടികള്, അവരുടെ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോവാം. അവിടെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകൾ ഉണ്ടെന്നാണ് തീർത്ഥാടകർ പറഞ്ഞത്. എന്നാൽ അവിടെയും കൂടി കണ്ടു കളയാം. ഞങ്ങളത് 3 പേർക്ക് മാതാവ് പ്രത്യക്ഷമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം കാണാനായിട്ടാണ് പോണത്. അപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ ഏതാനും ഭാഗങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താ പറയാ, ഒരു ആടിനെ മേയ്ക്കാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട എന്നാണ് പറയപ്പെടുന്നത്. സോ ആ ഒരു പ്രദേശമാണ്. ഇവിടേക്ക് ആദ്യമേ വണ്ടിയൊന്നും പോവില്ലായിരുന്നു. വഴി വെട്ടാനായിട്ട് ആൾക്കാരൊക്കെ വന്ന് വഴി വെട്ടി ഇതൊരു വലിയ വഴിയാക്കി മാറ്റിയതാണ്. അവരുടെ വീടൊക്കെ വളരെ ചെറിയ വീടായിരുന്നു. വണ്ടി പോവും അല്ലെങ്കിൽ വഴി അവർക്ക് കൊടുക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പേര് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ മേലായിട്ട് ഒരു വഴിയൊക്കെ വെട്ടി ഇപ്പോൾ ഞങ്ങളെല്ലാവരും അവിടേക്ക് യാത്ര തിരിക്കുകയാണ്. ഇത് കണ്ടറിഞ്ഞ് അവരുടെ വീട് കാണാനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയിലോട്ടാണ്. നമ്മുടെ ചുറ്റിനും ഇതുപോലെ തന്നെ ഒലിവ് പോലത്തെ മരങ്ങളാണ് 2 വശമുള്ളത്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിക്കുന്നുണ്ട്. പോണ സമയത്ത് ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. പണ്ടത്തെ അറിയില്ല എന്തൊക്കെ നശിപ്പിച്ചാന്ന് അറിയാൻ പാടില്ല. കോൺവീനിയന്റ് എന്തൊരു ഹബിതാസ്യം അതിന്റെ എന്താണ് അർത്ഥം എന്ന് അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും സ്പാനിഷിൽ വായിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് ഭാഷ സ്പാനിഷിൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ മാതാവിന്റെ കുറെ രൂപങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ പടർന്ന് കിടക്കുന്ന മുന്തിരിച്ചെടിയാണ്. പിന്നെ ഐസ്ക്രീം കടയുണ്ട്. എല്ലാ നാട്ടിലും എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഐസ്ക്രീം കട ഇല്ലാണ്ടിരിക്കില്ലല്ലോ. പോർച്ചുഗലിലെ ഫാത്തിമ സെങ്ച്വറിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള അൽജസ്റ്റർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒറ്റപ്പെട്ട ഭവനമായിരുന്നു ഈ 3 കുട്ടികളുടേത്. പക്ഷെ ഈ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു പറഞ്ഞ് ഒരുപാട് തീർത്ഥാടകർ വരാനായിട്ട് ഇടവന്നു. ഈ സ്ട്രീറ്റ് എല്ലാം വളരെയധികം ഭംഗിയായിട്ട് വികസിപ്പിച്ചെടുത്തു. ഒരു ഓടം കയറാമൂലയായിരുന്നു. പക്ഷെ ഇപ്പൊ വാഹനങ്ങളും വഴിയും എല്ലാം വന്നു. സത്യത്തില് ഇവരുടെ വീട്ടിലേക്ക് വരാനായിട്ട് ഇവർക്ക് വഴി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോ എന്ത് വിശാലമായിട്ടാണ് ഇവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയൊക്കെ തുറന്നിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ നടക്കുന്ന ഈ സ്ട്രീറ്റിൽ മൊത്തം മാതാവിന്റെയും ജെസിന്തയുടെയും ഫ്രാൻസിസ്കോയുടെയും ഒക്കെ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നടന്ന് നമ്മളൊരു വീട്ടിലെത്തിട്ടോ. ഒരൊറ്റപ്പെട്ട വീട് പോലെ തോന്നിക്കുന്ന വീട്. ഇവിടെ ആക്ച്വലി 2 വീടുകളുണ്ട്. ഫ്രാൻസിസ്കോയുടെയും ജെസിന്തയുടെയും വീടും ലൂസിയുടെ വീടും. ഫ്രാൻസിസ്കോയും ജെസിന്തയും 2 സഹോദരങ്ങളാണ്. ലൂസിയുടെ വീട് കുറച്ചകലെയാണ്. തീർത്ഥാടകരെല്ലാം കയറുന്ന ഒരു വീട്ടിലേക്ക് ഞങ്ങളും കയറി. നമ്മൾ ഈ കയറിയ വീട് ഫ്രാൻസിസ്കോയുടെയും ജെസിന്തയുടെയും വീടാണ്. ഇതാണ് ഫ്രാൻസിസ്കോയുടെ കിടപ്പുമുറി. ഇനി നമുക്ക് ജെസിന്തയുടെ കിടപ്പുമുറിയിലേക്ക് പോവാം. തൊട്ടടുത്ത് തന്നെ ജെസിന്തയുടെയും കിടപ്പുമുറി ഉണ്ട്. ഇവരുടെ കട്ടിലും ഇവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഗ്രാമീണ ജീവിതം എന്ന് പറയുന്നുണ്ട്. പക്ഷെ വളരെ ലക്ഷറീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഗസ്റ്റിനൊക്കെ കിടക്കാനുള്ള ഒരു ഗസ്റ്റ് റൂം ആണ് കേട്ടോ അടുത്ത് നമ്മൾ കണ്ടത്. എന്തായാലും ഇവരുടെ ഈ മുറികൾ കണ്ട ശേഷം നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാം. കരിങ്കല്ല് കൊണ്ട് തീർത്ത വീടുകളാണ് ഇവിടെ ഉള്ളത്. വീടിനോട് കുറച്ച് നീങ്ങിയിട്ട് തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുട്ടികളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന 2 പേരാണ് ഫ്രാൻസിസ്കോയും ജെസിന്തയും. ഈ ഒരു സ്ട്രീറ്റിൽ ഇവരുടെ വീട് മാത്രമേ ഉള്ളൂ. പിന്നീട് വേറെ പല വീടുകളും അടച്ചിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അടച്ചിട്ടിരിക്കുന്ന വീടിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാടൊക്കെ കയറി മെത്തി കിടക്കുന്നു. ജെസിന്തയുടെയും ഫ്രാൻസിസിന്റെ വീട് നമ്മൾ കണ്ടു. ലൂസിയുടെയും ജെസിന്തയുടെയും ഫ്രാൻസിസിന്റെ ഒക്കെ വീട് കണ്ടു. നമ്മുടെ ഈ പുറകയിലിരിക്കുന്നത് ഈ ഒരു കൊട്ടാരം പോലത്തെ സംഭവമല്ലേ, അതൊക്കെ മോഡിഫൈ ചെയ്തെടുത്താണ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതാണ് അവരുടെ വീട്. അവരിങ്ങനെ ഇതുപോലെ തന്നെ മോഡിഫൈ ചെയ്തെടുത്ത വീടാണ്. വളരെ പാവപ്പെട്ട ആൾക്കാരായിരുന്നു. ആടിനെ മേടിക്കാൻ വന്ന ആൾക്കാരാന്ന് പറയുന്നത്. പക്ഷെ വളരെ ലക്ഷറീസ് ആയിട്ടാണ് ആ വീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കളെ, ഇത് ഇന്ത്യ അല്ല, പോർച്ചുഗലാണ്. പോർച്ചുഗലിലാണ് ഏറ്റവും പാവപ്പെട്ടവർ നിൽക്കുന്നത്. ഇന്ത്യയിലെ ദാരിദ്ര്യം പ്രതീക്ഷിച്ചുകൊണ്ട് പോർച്ചുഗലിൽ വന്ന് തപ്പരുത് പ്ലീസ്. ജെസിന്തയുടെ ഒക്കെ വീടിന്റെ ആ കൊഴിച്ചോളില്ലേ, ആ സംഭവം കണ്ടുകഴിഞ്ഞപ്പോ ഞങ്ങൾ ആലോചിച്ചു മേടിച്ചാർന്നോ? തരൂല, അവിടെ ഇരുന്നതാ. ഇംഗ്ലീഷ് ഇത് ആരെന്ന് മനസ്സിലാവില്ല. ഇതാണ് ജെസിന്ത. തുണി പഴകി പോയില്ലേ, ലഭിക്കാത്തതുകൊണ്ടല്ല, അതൊരു പുണ്യം. അവരത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ചെയ്യുന്നു. പിന്നെ സാധനം ഒറിജിനലാണ്, ഇന്ത്യയുടെ അല്ല. അത് കാരണം കൊണ്ട് ഏറ്റവും നല്ല തുണിത്തരങ്ങൾ കിട്ടുന്നത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടാ. അതറിയാൻ പാടില്ലാത്തൊരു വ്യക്തിയായി പോയല്ലോ. വാങ്ങുന്ന പ്രൊഡക്റ്റ് ഒന്നും അധികം വീട് നിൽക്കാറില്ല. അങ്ങനെയല്ല, കാശ്മീരിലൊക്കെ തുണികളാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള തുണികൾ. അതാണ് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് വേറെ വേറെ കിട്ടുന്നുണ്ട്. അത് വേറെ വേറെ പേരിലേക്ക് ആക്കിയിട്ട് ഇടുന്നു. അതായത് ഇന്ന ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്
ഇടുന്നു അങ്ങനെയാണ്. അതെ കിട്ടും. എന്തായാലും എന്തായാലും ജസീന്തയുടെ എല്ലാവരും വീടൊക്കെ കണ്ട് തൃപ്തരായല്ലോ. എന്തായാലും പോവാം. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പൊ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ കാര്യങ്ങളൊന്നും കാണാനില്ല. പോർച്ചുഗലിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര വെളുപ്പമല്ല തോന്നുന്നത്. എല്ലായിടത്തും ഓവറായിട്ട് സൂര്യന്റെ വെട്ടം അമിതമായിട്ട് അടിക്കുന്ന മാതിരി തോന്നുകയാണ് അല്ലേ? അത് നമ്മള് ഇവിടെ എല്ലാം ഭയങ്കര വെളുത്തായതുകൊണ്ട് തോന്നാന്ന് അറിയാൻ പാടില്ല. പിന്നെ കുറച്ചുകൂടി നടന്നു വന്നപ്പോ നമ്മൾ ലൂസിയുടെ വീട് കണ്ടു. ഈ വീട് അടച്ചിട്ടിരിക്കും. ഇതിലേക്ക് മാത്രം നമുക്ക് കയറാൻ പറ്റാണ്ടായിപ്പോ. ഞാൻ അവിടെ നിന്ന് ഒരു പഴം പറിച്ചു തിന്നു. അതെങ്ങനെ ഇരിക്കണത്, പക്ഷെ ടേസ്റ്റ് ഉണ്ടോ? ഒരു കുഞ്ഞു കുരുവൊക്കെ ആയിട്ട് ഞാൻ പറയണ്ടേ. റിയൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണ്ണിമാങ്ങയല്ലേ, കണ്ണിമാങ്ങയുടെ ടേസ്റ്റാ. ഞാനിപ്പോ തിന്നണ പഴത്തിന് എന്താന്നറിയില്ല, പക്ഷെ കണ്ണിമാങ്ങയുടെ ടേസ്റ്റ്. ആപ്പിളാണത് അറിയില്ല. അല്ലല്ല ആപ്പിളല്ല. പൊട്ടിച്ചേ അവിടുന്ന് അപ്പൊ അവര് പറഞ്ഞത് തിന്നണ ഫ്രൂട്ടാന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ആയിരുന്നു. രണ്ടെണ്ണം കൂടി പൊട്ടിക്കാം. അത്തിക്കായ എനിക്കറിയില്ലേ, പക്ഷെ ഇത് കണ്ണിമാങ്ങയുടെ ടേസ്റ്റ് ചേച്ചി. കൊള്ളാം. രണ്ടാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്തിന് ഗില്ലിട്ട് മൂടിയേക്കുവാണ്. ഇത്രേ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്, വേറെ കാഴ്ചകളൊന്നുമില്ല. സിക്കയുടെയും ഫ്രാൻസിസ്കോയുടെയും ലൂസിയുടെയും ജോലി എന്ന് പറഞ്ഞ ആടിനെ മേക്കലായിരുന്നല്ലോ. അവിടെ വെച്ചിട്ടാണല്ലോ പ്രത്യക്ഷപ്പെട്ടത്. ഈ ഒരു സ്ഥലത്താണ് ആടിനെ കെട്ടിയിട്ടത്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇവിടെയുള്ള ആളുകൾ ഇതെല്ലാം മോഡിഫൈ ചെയ്ത് ചെറിയൊരു തൊഴുത്തിന്റെ മാതൃകയാക്കി മാറ്റി. ആ തൊഴുത്താണ് ദീ കാണുന്ന തൊഴുത്ത്. ഇത് ലൂസിയുടെ വീടാണ്, പക്ഷെ ഇവിടെ എന്താ പറയാ അടച്ചിട്ടേക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കണുണ്ട്. മറ്റേ ആടിനെ മേടിക്കണ ആൾക്കാരുടെ പണ്ടത്തെ വണ്ടിയാണ്. കാളവണ്ടിയുടെ കുറച്ച് അവശിഷ്ടങ്ങൾ ഞങ്ങൾ ഇവിടെ കണ്ടുട്ടോ. കാളവണ്ടിയാണോ എന്ത് വണ്ടിയാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന് മനസ്സിലായി. ഈ ഗ്യാരേജ് പോലുള്ള ഏരിയയിലാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാഴ്ചകളും തീർന്നു. സമയം വൈകുന്നോറും ക്ലൈമറ്റ് മാറി മാറി വരുന്നുണ്ട്. നന്നായിട്ട് തണുപ്പായി തുടങ്ങി. പണ്ടുള്ള വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞതാണെങ്കിൽ പോലും അവര് വളരെയധികം ഭംഗിയോടുകൂടി കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കാം പല സ്ഥലങ്ങളും നമുക്ക് ഓപ്പൺ ആയി കിട്ടിയിട്ടില്ല. അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ളോഗിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പോർച്ചുഗലിലേക്ക് പോകുന്ന യാത്ര, അതുപോലെ തന്നെ യാത്രാമധ്യേ കണ്ട കാര്യങ്ങള് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കാണിച്ചത് ലൂസിയയുടെയും പിന്നെ അതുപോലെ ഫ്രാൻസിസ്കോന്റെ ഒക്കെ വീടാണ്. അതെല്ലാം കണ്ടു. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ചിൽ ദാറ്റ് ടേക്ക് കെയർ. ബൈ.